നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന സ്ഥാനം ഇത്തവണയും സ്വന്തമാക്കിയ ദുബായ് വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിൽ വീണ്ടും കുതിക്കുകയാണ്. ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ലോകത്തിലെ വിമാനത്താവളങ്ങളിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി വീണ്ടും ദുബായ് എത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഈ മാസം ഇതുവരെ 41 ലക്ഷം സന്ദർശകരാണ് എത്തിയത്. ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ ദുബായ് വിമാനത്താവളം സ്വീകരിച്ചത് 2.79 കോടി യാത്രക്കാരെയാണ്. 2021 ആദ്യ പകുതിയുമായി ഇത് താരതമ്യം ചെയ്യുമ്പോൾ 161.9% വർധനവാണ് ഉണ്ടായത്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തെ പിന്നിലാക്കിയാണ് ദുബായ് ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചത്. ഹീത്രൂവിൽ 34 ലക്ഷം യാത്രക്കാരാണ് എത്തിയത്. ആംസ്റ്റർഡാം, പാരീസ്, ഇസ്താംബൂൾ, ഫ്രാങ്ക്ഫർട്ട്, ദോഹ, ലണ്ടനിലെ ഗാറ്റ്വിക്, സിംഗപ്പൂർ, മാഡ്രിഡ് എന്നീ വിമാനത്താവളങ്ങൾ ആദ്യ 10ൽ ഇടം പിടിച്ചു. ഏറ്റവും തിരക്കേറിയ എയർലൈൻ റൂട്ടുകളിലും ദുബായിയുടെ പങ്കുണ്ട ദുബായ് റിയാദ്, മുംബൈ ദുബായ്, മുംബൈ ഹീത്രൂ എന്നിവയാണ് ഏറ്റവും തിരക്കേറിയ റൂട്ടുകൾ. ജീവനക്കാരെ വെട്ടിക്കുറച്ചത് മൂലം ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിന്റെ ശേഷി അടുത്തിടെ കുറച്ചിരുന്നു. ഇതോടെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ഇതോടെയാണ് ഹീത്രൂ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അതേസമയം ദുബായ് വിമാനത്താവളത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി റൺവേ അടച്ചിട്ടിരുന്നതിനാൽ 1000ഓളം സർവീസുകൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. ദുബായ് അൽ മക്തൂം എയർപോർട്ടിലേക്കാണ് കൂടുതൽ സർവീസുകളും തിരിച്ചുവിട്ടിരുന്നത്. ഇത് ദുബായ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിരുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വടക്കുഭാഗത്തെ റൺവേയാണ് നവീകരിക്കുന്നതിനായി അടച്ചിട്ടിരുന്നത്. 1000ഓളം വാഹനങ്ങളും 3000ഓളം തൊഴിലാളികളുമാണ് ഇവിടെ റൺവേയുടെ നവീകരണ ജോലികൾ പൂർത്തിയാക്കിയത്. റൺവേയുടെ 4.5 കിലോമീറ്ററും അറ്റകുറ്റപ്പണി നടത്തി. റൺവേ സ്ട്രിപ്പ്, ടാക്സി വേ പോയിന്റ്, ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവയും നവീകരിച്ചു. എയറോനോട്ടിക്കൽ ഗ്രൗണ്ട് ലൈറ്റിംഗ്, കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണങ്ങൾ തുടങ്ങിയവ മാറ്റി സ്ഥാപിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര വിപുലമായ അറ്റകുറ്റപ്പണി ദുബായ് വിമാനത്താവളത്തിൽ നടത്തിയത്. 2014 അവസാനമായി വിപുലമായ നവീകരണം നടന്നത്. അടുത്ത നവീകരണം 2024 നടക്കേണ്ടിയിരുന്നത്. എന്നാൽ കോവിഡ് കാലത്ത് വിമാന സർവീസ് നിർത്തിവെച്ചതോടെ വീണ്ടും നവീകരണം ആവശ്യമായി വരികയായിരുന്നു. റൺവേ അടച്ചതോടെ 1000ഓളം വിമാന സർവീസുകളാണ് അൽ മക്തൂം വിമാനത്താവളത്തിലേക്ക് മാറ്റിയിരുന്നത്. 2019 റൺവേയുടെ തെക്ക് ഭാഗം 1.5 മാസം അടച്ചിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.